ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഒരുപാട് പേർക്ക് ബജാജ് ഫിനാൻസിൽ എൻ്റർ ചെയ്യാൻ പറ്റിയില്ല. ബജാജ് ഫിനാൻസ് പറഞ്ഞാൽ ഒരു മൾട്ടി ഫോൾഡ് റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്ത ഒരു കമ്പനിയാണ്. അതിൻ്റെ ഗ്രേറ്റ് ബിസിനസ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഈ കൊറോണ സമയത്തൊക്കെ വളരെ ചീപ്പിൽ വന്ന് തിരിച്ച് കയറിപ്പോയ ഷെയറാണ്. ആ സമയത്ത് ഒരുപാട് ആക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ബജാജ് ഫിനാൻസിനെ മാതിരി ആകുവാൻ ചാൻസ് ഉള്ള ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഒറ്റ കാര്യം, നിങ്ങളിത് വാങ്ങുകയാണെങ്കിൽ 5 കൊല്ലത്തേക്ക് ആ സ്റ്റോക്ക് കൈവശം വെക്കണം. അതിൻ്റെ ഓരോ വളർച്ചയിലും നമ്മൾ കയ്യിൽ ഷെയർ ഉണ്ടാവണം. അല്ലെങ്കിൽ ഓരോ ക്വാർട്ടർ റിസൾട്ട് പോസിറ്റീവ് കാണിക്കനുസരിച്ച് ഷെയർ കൂട്ടി വാങ്ങണം. SIP ഷെയർ കൂട്ടി വാങ്ങണം. അങ്ങനെ 5 കൊല്ലത്തേക്ക് മാക്സിമം ഷെയർസ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു മൾട്ടിബാഗർ റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണുന്ന അറിയാം. കമ്പനിയുടെ പേര് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ആണ്. മുകേഷ് അംബാനി റിലയൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിമേർജ്ഡ് എൻറ്റിറ്റിയാണ്. അതിൽ നിന്നും ഡിമേർജായി വന്നൊരു ഫിനാൻഷ്യൽ കമ്പനിയാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്. ആക്ച്വലി ഈ കമ്പനി നോട്ട് ചെയ്യാൻ കാരണം ജൂലൈ 2023 ഒരു 8 മാസം മുന്നേ ഈ ബ്ലാക്ക് റോക്ക് ഫണ്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടാണ്. അവർ ജോയിൻറ്റ് വെഞ്ചർ ചെയ്യാൻ പോകുകയാണെന്നൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ന്യൂസ് കേട്ടപ്പോൾ തന്നെ ആ ഒരു സ്റ്റോക്കിൽ വരാൻ പോകുന്ന മാറ്റം ഞാൻ കണ്ടിരുന്നു. ഒരു കറക്ഷൻ വരുന്നു പ്രതീക്ഷിച്ചു. പക്ഷേ കറക്ഷൻ വരാണ്ട് തന്നെയാണ് ആ ഷെയർ നല്ല രീതിയിൽ കയറിപ്പോയത്. വളരെ പ്രധാനപ്പെട്ട ന്യൂസ് തന്നെയാണ് അതുള്ളത്. ഇപ്പോഴത്തെ റേറ്റ് 370 റുപ്പീസാണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 1000 റുപ്പീസാണ്. ചിലപ്പം 5 കൊല്ലമൊന്നും വേണ്ടി വരും. 2 കൊല്ലത്തിനുള്ളിൽ തന്നെ ഈ റേറ്റിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. ഞാൻ ജിയോ ഫിനാൻസ് സർവീസിൽ കാണുന്ന പോസിറ്റീവ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങളത് ഷെയർ ചെയ്യുക. നിങ്ങൾ പഠിക്കുക. അതിനെ പറ്റിയിട്ട് ഒരു മൾട്ടിബാഗർ സ്റ്റോക്ക് ആവുന്ന സാധ്യതകൾ ഞാൻ പറയുന്നതിലുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇൻവെസ്റ്റ് ചെയ്യാം. നെഗറ്റീവായിട്ട് ആക്ച്വലി ഈ സ്റ്റോക്കിൽ ഒരേ ഒരു സംഗതി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം ഇപ്പോഴത്തെ വാല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെച്ച്ഡ് വാല്യൂഷനാണ്. ഇപ്പോൾ ഒരു 370 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഓവർ വാല്യൂഷനാണെന്ന് നമ്മൾ പറയാം. ഈ റേറ്റിൽ നിന്ന് വാങ്ങാൻ പാടില്ല. കാരണം ഇൻഡസ്ട്രിയൽ PEനേക്കാൾ എത്രയോ മുകളിലാണ് ഈ ഷെയറിൻ്റെ PE കിടക്കുന്നത്. പക്ഷേ എക്സ്പെക്റ്റേഷൻസ് ഭാവിയിൽ ഇങ്ങനെ തന്നെ ക്വാർട്ടർ പ്രോഫിറ്റ്സ് കാണിച്ച് വളർന്ന് പോവുകയാണെങ്കിൽ ഇതൊന്നും വിഷയമല്ല താനും. ഒരു ഭാവി കണ്ടിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഇപ്പോൾ കുറച്ച് വാല്യൂഷൻ ഹൈ ആണ്. പോസിറ്റീവ് സൈഡ് പോയിൻ്റ് ഞാനിവിടെ നോട്ട് ചെയ്ത് നിങ്ങളത് ഷെയർ ചെയ്യുക. അത് ഏറ്റവും പ്രധാനപ്പെട്ടായി ഞാൻ കണ്ട ഒരു പോയിൻ്റ് ഈ പറഞ്ഞ ബ്ലാക്ക് റോക്ക് ഫണ്ടിൻ്റെ റിലയൻസ് ജിയോ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പാണ്. ഈ ഞാൻ പറഞ്ഞു 2023 ജൂലൈയിലാണ് ഞാൻ ഫസ്റ്റ് നോട്ട് ചെയ്തത്. അതിന് ശേഷം റീസെൻ്റ്ലി 1 വീക്ക് ബിഫോർ ഒരു ന്യൂസ് വന്നിട്ട് എല്ലാവരും അതിനെപ്പറ്റി വായിച്ചിട്ട് കാണാം. വീണ്ടും ഈ ബ്ലാക്ക് റോക്ക് ഫണ്ട് ജിയോ ഫിനാൻഷ്യൽ ജോയിൻറ്റ് വെഞ്ചർ ഫോം ചെയ്തിട്ടുണ്ട് ബ്രോക്കറേജ് ബിസിനസ്സിലും ആസ് വെൽ ആസ് വെൽത്ത് ബിസിനസ്സിലും. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. കാരണം ഈ ബ്രോക്കറേജ് ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ സ്കോപ്പുള്ള ബിസിനസ്സാണ്. വളരെ സ്കോപ്പുള്ള ബിസിനസ്സാണ് ഇന്ത്യയിൽ. കാരണം 132 കോടി ജനങ്ങളിൽ 3% ആൾക്കാർ ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ പിക്ചർ മാറിക്കൊണ്ട് നിൽക്കുകയാണ്. യങ്സ്റ്റേഴ്സൊക്കെ ഓരോ ദിവസവും ഇൻവെസ്റ്റേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണം 2 സെക്ടർ കമ്പനീസിലെ വരാം. ഒന്ന് CDSL മാതിരിയുള്ള കമ്പനി, നമ്മൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന കമ്പനിക്കും, മറ്റേത് നമ്മളെ ഇൻ്റർമീഡിയറ്റിൽ നിന്ന് ബ്രോക്കറേജ് ചെയ്ത് നിൽക്കുന്ന കമ്പനിക്കും. CDSLൊക്കെ ഞാൻ 400 റുപ്പീസിൽ പറഞ്ഞതാണ്. അത് ടാർഗറ്റ് എൻ്റെ ലോങ് ടേം ടാർഗറ്റ് 3000 റുപ്പീസ് ആയിരുന്നു. 2025 ടാർഗറ്റ്. എനിക്ക് തോന്നുന്നു 2024 തന്നെ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള പോക്കാണ് കാണുന്നത്. അതുപോലെ തന്നെ ജിയോ ഫിനാൻഷ്യൽസ് ഞാൻ കണ്ടത് മെയിൻ പോയിൻ്റ് ഇതാണ്. ഇതിൽ ബ്ലാക്ക് റോക്ക് ഫണ്ട് സാധാരണ കേസിൽ ബ്ലാക്ക് റോക്ക് ഫണ്ട് നല്ലൊരു കമ്പനി കണ്ടാൽ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് നല്ല പഠിച്ച് നല്ല ഫണ്ട് നല്ല സ്റ്റോക്ക് ഭാവിയിൽ വളർച്ച വരാൻ സാധ്യതയുള്ള കമ്പനി കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 100 or 200% റിട്ടേൺ കിട്ടുമ്പോൾ വിറ്റ് മാറാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കേസിൽ വളരെ പോസിറ്റീവായ വേറെ സംഭവം എന്ന് വെച്ചാൽ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, ഈ ബ്ലാക്ക് റോക്ക് ഫണ്ട് ജിയോ ഫിനാൻഷ്യൽസായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ 300 or 500% റിട്ടേൺ കിട്ടിയവർ പോയിക്കൊള്ളുന്നില്ല. അവർക്ക് ആ ബിസിനസ്സിലെ വളർച്ചേൻ്റെ ഭാഗമാണ് അവർ ശ്രമിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഞാൻ കണ്ടുപിടിച്ച ഒരു പോയിൻ്റാണത്.
വേറെയുള്ള പോയിൻറ്റ്സ് ഒന്ന് 10 രൂപ ഫേസ് വാല്യുള്ള കമ്പനിയാണ്. ഷെയർ ക്യാപിറ്റൽ 2 കോടിയേ ഉള്ളൂ. ഇതിലൊക്കെ ഒരു ശരിക്കും മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും സ്റ്റോക്ക് കിട്ടാണ്ട് ഫ്ലൈ ചെയ്ത് പോകാനുള്ള സാധ്യതകളുണ്ട്. ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. വേറെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, ഷെയർ ഹോൾഡിംഗ് സംബന്ധിച്ചോളം പ്രൊമോട്ടേഴ്സിനടുത്ത് 47%, 1.2% സ്റ്റേക്ക് പ്രൊമോട്ടേഴ്സിൻ്റെ കാര്യമുള്ളത്. റീസെൻ്റ്ലി ഡിസംബറിലാണ് അവരുടെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തത്. 46.77 ഉണ്ടായിരുന്നു, അത് അവർ കൂട്ടി 47.12 ആക്കി. മ്യൂച്വൽ ഫണ്ട്സും കൂട്ടി 4.77 4.91 ആക്കി. FISൻ്റെ അടുത്ത് 19.45% ഹോൾഡിങ്സ് ഉണ്ട്. DISൻ്റെ അടുത്ത് 12.67 ഉണ്ട്. DISൽ LIC 6.66%, മോട്ടിവാൽ ഓസ്വാൾ ഫണ്ട് 1.21%, ക്വാണ്ടം മ്യൂച്വൽ ഫണ്ട്സ് 1.81% ഹോൾഡ് ചെയ്യുന്നത്. അതായത് പറഞ്ഞാൽ ഓൾട്ടുഗെതർ 80% ഉള്ളത് ഈ DISും FISും മ്യൂച്വൽ ഫണ്ട്സും പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ്. കാരണം അവർക്കറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ്. അവർ ഇപ്പോഴേ വാങ്ങി അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ക്ഷമയോട് കാത്തു നിൽക്കാനും തയ്യാറാണ്. ഇതിൽ 20% മാത്രമേ ഉള്ളൂ റിട്ടേഴ്സിൻ്റെ കയ്യിലുള്ളത്. അതും പോക്കാണ്ട് നോക്കുന്നത് നല്ലതാണ്. താഴോട്ട് വന്ന് 300 ലെവലൊക്കെ വന്നാലൊന്നും കൊടുക്കാണ്ട് ഹോൾഡ് ചെയ്യുക. അത് ക്ലിയറായിട്ട് ബജാജ് ഫിനാൻസിനുള്ളൊരു കോമ്പറ്റീറ്ററാണ് ജിയോ ഫിനാൻസ്. നമ്മളിപ്പം ഏത് സാധനം വാങ്ങുമ്പോൾ ബജാജ് ഫിനാൻസ് എവിടെ നോക്കിയാൽ ബജാജ് ഫിനാൻസൊക്കെയാണ്. ഭാവിയിൽ ജിയോ ഫിനാൻസിന് കാണാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. ജസ്റ്റ് ഒരു കോമൺ സെൻസ് ആണത്. പിന്നെ ഇതൊക്കെയാണ് ഞാൻ ജിയോ ഫിനാൻഷ്യൽസിൽ കണ്ട ഫൈൻഡിങ്സ്. ഒരു മൾട്ടി ബാഗർ സ്റ്റോക്ക് ആവാനുള്ള, ബജാജ് ഫിനാൻസ് മാതിരി ആവാനുള്ള ഒരു സാധ്യതയുള്ള കമ്പനിയാണ് ജിയോ ഫിനാൻസ് സർവീസസ്. സോ ആസ് യൂഷ്വലി പറഞ്ഞ മാതിരി ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ അഡ്വൈസർ ചോദിച്ച് മാത്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, സ്വന്തമായി പഠിക്കുക. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നെറ്റിലും കാര്യങ്ങളും നോക്കി മനസ്സിലാക്കിയിട്ട് ഇത് മൾട്ടി ബാഗർ സ്റ്റോക്കാണെന്ന് പറയണം, അത് ഇൻവെസ്റ്റ് ചെയ്യുക. രണ്ടാമതൊരു കാര്യം, ഇതൊരു ഷോർട്ട് ടേം റെക്കമെൻഡേഷൻസ് അല്ല. നിങ്ങളിപ്പോൾ 370 പോയി വാങ്ങാമെന്ന് ഞാൻ പറയുന്നില്ല. റിസൾട്ട് കഴിഞ്ഞിട്ട് വാങ്ങിയാൽ മതി. 19th April ആണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. അല്ല, 19th April റിസൾട്ട് വന്നിട്ടുണ്ടോ? 22nd എന്നുള്ള റിസൾട്ട് വരുമെന്ന് തോന്നുന്നു. റിസൾട്ടൊക്കെ നോക്കിയിട്ട് റിസൾട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എൻ്റർ ചെയ്യുക. ചാടിക്കയറി വാടി. ഇപ്പോൾ റിസൾട്ടിൽ നല്ലോണം ഷെയർ കയറി പോയിട്ടില്ല. ഇപ്പോൾ റിസൾട്ട് നന്നാവാനുള്ള നന്നായി. ഞാൻ റിസൾട്ട് ശ്രദ്ധിച്ചിട്ടില്ല, വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, നോക്കിയിട്ടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് എൻ്റർ ചെയ്യുക. പക്ഷേ എന്തായാലും ലോങ് ടേമിലേക്ക് ആ കമ്പനീനെ നല്ല കമ്പനിയാക്കി മാറ്റാൻ മുകേഷ് അംബാനി ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടാവുന്ന 100% ഉറപ്പാണ്. സർവീസ് സെക്ടറിൽ ബജാജ് ഫിനാൻസിൽ ഒരു കോമ്പറ്റേറ്റർ ഇല്ല. ഉണ്ടാവുകയാണെങ്കിൽ അത് ജിയോ ഫിനാൻസ് സർവീസ് ആയിരിക്കും. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.